ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി രേണുകക്ക് വിളിച്ചിരിക്കുകയാണ്. രേണുകയോട് പറയാണ്, ഈ ഗൗതമിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് അമ്മയെ തോന്നുന്നത്. ഈ വീട്ടിലെല്ലാവരും അവനൊരു ദത്തപുത്രനാണെന്ന് അറിഞ്ഞിട്ടും അവനെ ഒരു കോമാളിയെ പോലെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനതൊന്നും അറിയുന്നില്ലല്ലോ, അവനെ എല്ലാവരും പറ്റിക്കപ്പെടുകയാണെന്ന്. ഇപ്പോൾ കമ്പനിയിലോട്ട് മുണ്ടിത്തള്ളി അവനെ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു കൊച്ചാക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും പറഞ്ഞു വിട്ടിരിക്കുന്നു. ഇപ്പോൾ കമ്പനിയിലെ ആളുകളും ഗൗതമിനെ കളിയാക്കുകയാണ് ചെയ്തത്. അവനൊരു ദത്തുപുത്രനാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം അമ്മ ആരാണെന്ന് അറിയാതെ അവനിങ്ങനെ അലയുമ്പോഴും അവനെ മറ്റുള്ളവരെല്ലാവരുടെയും മുന്നിൽ വഞ്ചിക്കുകയാണ് എന്നുള്ള സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ഗൗതമിന്റെ സമനില ചെറുതായി തെറ്റിപ്പോവാണ്. കാരണം ശിവാനി പറയുന്ന ഓരോ വാക്കുകളും മൂർച്ചയുള്ളത് തന്നെയാണ്. തന്നോട് തന്റെ വീട്ടുകാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ആദ്യം വസുന്ധര പോലും തന്റെ മകൻ ചെയ്യുന്നതിനെല്ലാം തെറ്റ് കണ്ടുപിടിച്ച് അതിൽ സിക്കേസിക്ക് ഒറ്റിക്കൊടുത്തവനാണ് ഈ പറയുന്ന വസുന്ധര. അതും കൂടി ശിവാനി പറയാനിട്ടാ. ശിവാനി പറയണേ, ഈ പറയുന്ന വസുന്ധര ആന്റി ഇപ്പോഴും മകനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരു വിഡ്ഢിയെ പോലെ കബളിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. ആദ്യവും ഈ വസുന്ധര ആന്റിക്ക് ഗൗതം ദത്തപുത്രനാണെന്ന് അറിയായിരുന്നു. പക്ഷെ എനിക്കൊപ്പം നിന്ന് അവർ എന്തെല്ലാം ക്രൂരതകൾ ഈ പറയുന്ന ഗൗതമിനോട് ചെയ്തിട്ടുണ്ട്. അതും പോട്ടെ, സിക്കേസിക്കൊപ്പം നിന്നിട്ട് വസുന്ധര ആന്റി എന്തെല്ലാം ക്രൂരതകൾ ഗൗതമിനോട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ സ്നേഹಕ್ಕೆ അതൊരു അഭിനയമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. ഈ സമയം ഗൗതമിന് വല്ലാത്തൊരു ദേഷ്യമൊക്കെ ഇങ്ങനെ കയറി തുടങ്ങുകയാണ്. ഇതേ സമയം നിധി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശിവാനി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗൗതം അവിടെ നിൽക്കുന്നുണ്ട്, അതിന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഗൗതം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൗതമിന്റെ സമനില ഇങ്ങനെ തെറ്റി തുടങ്ങുകയാണ്. ഗൗതമിന് ഇങ്ങനെ ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നേ വരെ പ്രണവിനെ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും പ്രണവ് ഇതുവരെ അറിയാത്തതുപോലെ അഭിനയിച്ചു. ഇപ്പോൾ ഈ പറയുന്ന ഗൗതമിനെ എല്ലാവരും കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഗൗതം ഒരു ബിസിനസ്മാൻ ആണ്. അവന് നല്ല ബിസിനസ്സിൽ നല്ലൊരു കണ്ണ് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കൈവിട്ടു പോകുമോ എന്ന പേടിയിലാണ് എൻ്റെ ഭർത്താവ് അടക്കം പ്രണവും ഈ പറയുന്ന വസുന്ധര ആന്റിയും ഈ വീട്ടിലെ പാറും ഗോപിയും ഒക്കെ അവനിലൂടെ ഉണ്ടായ സ്വത്തുക്കളാണല്ലോ. അതിനു വേണ്ടിയാണല്ലോ ഇങ്ങനെയുള്ള കളികളൊക്കെ കളിക്കുന്നത്. ഇവർ ഈ ദത്തപുത്രനാണെന്ന് അറിഞ്ഞിട്ടും ഇവരിങ്ങനെയുള്ള കളികളൊക്കെ കളിക്കുന്നത് ഇതുകൊണ്ടാണ്. ഗൗതമിനെ ഒപ്പം നിർത്തിയിരിക്കുന്ന ഇതിനാണ്, സ്വത്തുക്കൾ കൂടുതലാവാൻ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന ഗൗതമിന്റെ മനസ്സിൽ ഒരു സംശയം തോന്നി. അതിലൊരു സത്യമുണ്ട് എന്നുള്ള ഒരു സംശയം. അത് ഈ പറയുന്ന ശിവാനി പറയുന്നത് നേരാണ്. കാര്യം എന്ത് പറഞ്ഞാലോ, ഇന്നിപ്പോൾ വസുന്ധര ആന്റി തല ഉയർത്തി നടക്കുന്നത് ഈ ബെസ്റ്റ് ബിസിനസ്മാനായ ഗൗതമിൻ്റെ ഈ ഒരു ഇതുകൊണ്ട് തന്നെയാണ്. ഗൗതം ഇല്ലായിരുന്നെങ്കിൽ ഈ വസുന്ധര ആന്റിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് വളർത്തിക്കൊണ്ടു പോകാൻ കഴിയോ? ഇല്ല. സിക്കേസി ശത്രു ആയതുപോലും അതുകൊണ്ടല്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതൊക്കെ സത്യമായിട്ട് തന്നെ ഗൗതമിന് തോന്നണം. അങ്ങനെയുള്ള വാക്കുകളാണ് ശിവാനി പ്രയോഗിക്കുക. ശിവാനിയുടെ ഓരോ വാക്കുകളും ഗൗതമിന്റെ നെഞ്ചിൽ തന്നെ ഓരോന്നോരോന്നായി ഇങ്ങനെ തറച്ചും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ ഗൗതമിന്. അങ്ങനെ ഗൗതം തൻ്റെ റൂമിലോട്ട് പോവാണ്. പിന്നീട് ചിന്തിക്കുന്നത് ഈ പറയുന്നതിൽ സത്യമുണ്ട് എന്നാണ് ഗൗതമിന് തോന്നി തുടങ്ങുന്നത്. കാരണം സത്യം തന്നെയാണ് ഈ പറയുന്നത്. അല്ല എങ്കിൽ, സത്യമല്ല എങ്കിൽ എന്നെ ഇവർ ദത്തപുത്രനായി ഇത്രയധികം സ്നേഹിക്കുമോ? അന്ന് ശിവാനി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ പാറുവിന് ഈ സത്യം അറിയാം, എന്നാൽ നിധിക്കറിയാം. അതുപോലെ തന്നെ അവിടെ ഇവരും പറഞ്ഞതാണ്, ഇവർക്കും അറിയാന്നുള്ളത്, വസുന്ധരയ്ക്കും അറിയാം. എന്നിട്ട് ഇവര് എൻ്റെ മുന്നിൽ ഇവര് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ ഇവരിപ്പോൾ സ്നേഹം നടിക്കുന്നത് ശിവാനി പറയുന്നത് പോലെ തന്നെയാണ്. അത്രയും ദിവസം ഞാൻ ഒരു ശത്രുവിനെ പോലെയാണ് എന്നോട് പെരുമാറിയത്. ഇപ്പോൾ ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് കണ്ടപ്പോൾ അവരെന്നോട് സ്നേഹം നടിക്കുക തന്നെ. അത് ശിവാനി പറയുന്നതിൽ അർത്ഥമുണ്ട് എന്നൊക്കെ ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ. ആ സമയമാണ് നിധി വരുന്നത്. നിധി, ഗൗതം നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, വാ എന്ന് പറഞ്ഞ് നിധി വിളിക്കുകയാണ്. ആ വിളിയോട് കൂടിയിട്ട് ഗൗതമിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ദേഷ്യത്തോടു കൂടി നിധിയെ നോക്കുമ്പോൾ, നിധി എന്താ ഗൗതം ഇത്ര ദേഷ്യം? ഒന്ന് മുന്നിൽ നിന്ന് പോയി തരുന്നുണ്ടോ? ഗൗതം ഭക്ഷണം കഴിക്കണ്ടേ, എന്താ നീ ഇങ്ങനെ ദേഷ്യപ്പെടും? ഞാൻ പറഞ്ഞിട്ടില്ല ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെടരുത്, വാ ഗൗതം എന്നും പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതമിന് മൊത്തത്തിൽ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഒന്ന് പോകുന്നുണ്ടോ എന്നല്ലേ പറഞ്ഞ്, നിങ്ങളുടെയൊക്കെ പ്രകടനം അത് നിർത്തിയേക്ക്
എന്നും പറയുന്നു കേട്ടോ. അങ്ങനെ ശിവാനി എത്തി നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ അത് വിജയിച്ചിരിക്കുന്നു. അതോടുകൂടി ശിവാനി പെട്ടെന്ന് ജ്യോതിർമയിക്ക് വിളിക്കാണ്. അപ്പൊ ജ്യോതിർമയി, എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അത് നിറവേറിയോ? തീർച്ചയായും എൻ്റെ ആൻറ്റി, ഇത്ര പെട്ടെന്ന് എല്ലാം സക്സസ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് കേട്ടോടെ തന്നെ എന്താ അവൻ്റെ മുഖത്ത് ഇപ്പൊ തന്നെ ദേഷ്യം വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇനി നമുക്ക് അടുത്ത പണി നോക്കാം. അപ്പോഴേക്കും CKC ഫോൺ വാങ്ങാണ്. CKC പറയാണ്, അടുത്ത പണി അടുത്ത രാവിലെ അവിടെ എത്തിയിരിക്കും, ഉറപ്പുള്ള കാര്യമാണ്. അതോടുകൂടി അവൻ തകരും, അതെനിക്ക് ഉറപ്പാണ്. അവൻ തകർന്നാൽ പിന്നീട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കാമെന്ന് പറയട്ടോ. ഈ സമയം വസുന്ധരയാണെങ്കിലോ ഗൗതമിനെ വിളിക്കൂ എന്ന് പറയാണ്. അങ്ങനെ ഗൗതമിനെയും എല്ലാവരെയും വിളിക്കൂ എന്ന് പാറുവിനോട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ പാറു ചെന്നിട്ട്, മോനെ വസു വിളിക്കുന്നുണ്ട് നിന്നെ, നീ വായോ എന്ന് പറയണ. അപ്പോൾ ഉടൻ തന്നെ നിധി എന്തിനാണാവോ വസുന്ധര ആൻറ്റി വിളിക്കുന്നത്, വാ എന്ന് പറയണ. അങ്ങനെ പ്രണവിനെയും വിളിക്കാണ്. അങ്ങനെ എല്ലാവരും അവിടെ എത്തണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശിവാനിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഉടൻ ഇങ്ങനെ വസുന്ധര പറയാണ്, എൻ്റെ മോനെ ഞാൻ വിളിച്ചത് നീ ഒരു ദത്തുപുത്രനാണെന്നും അറിഞ്ഞിട്ടും എൻ്റെ മോനെ ഞാൻ ഇത്രയും കാലം വളർത്തിയത് അമ്മയായി തന്നെയാണ്. അതുകൊണ്ട് ഈ അമ്മ ഇനി നിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് സ്വത്തുക്കൾ നിൻ്റെ പേരിൽ എഴുതുന്നു. എൻ്റെ സ്വത്തുക്കളും അതുപോലെ തന്നെ ഗോപിയേട്ടൻ്റെയും എല്ലാം നിൻ്റെ പേരിൽ എഴുതാണെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഗൗതമിൻ്റെ ചെവിയിൽ കിടന്ന് മുഴങ്ങുന്നത് ശിവാനിയുടെ വാക്കുകളായിരിക്കൂട്ടോ. ശിവാനി പറയുന്നത്, ഇത്രയും നാളും ഗൗതമിനെ അറിയില്ലായിരുന്നു ദത്തുപുത്രൻ എന്നുള്ള പേര്. ഇപ്പോൾ ദത്തുപുത്രനാണെന്ന് അറിഞ്ഞപ്പോൾ അവരെ ശരിക്കും അവൻ പോവാതിരിക്കാൻ പറ്റിക്കുകയായിരുന്നു എന്നുള്ള സത്യട്ടോ. അപ്പോൾ ഗൗതം, നീ എന്താ ഇത് വാങ്ങാത്ത എന്നിങ്ങനെ പാറു പറയുന്നുണ്ട്. ആ സമയം ആ എഴുതി വെച്ചിരിക്കുന്ന ആ പേപ്പേഴ്സുകളെല്ലാം എടുത്ത് ഗൗതം ഒരൊറ്റ എല്ലാവരും എന്നെ കബളിപ്പിക്കുകയാണോ? ഞാൻ ഇത്ര പൊട്ടനൊന്നുമല്ല. നിങ്ങൾ എല്ലാവരും ദത്തുപുത്രൻ എന്ന പേരിൽ എന്നോട് സഹതാപം കാണിച്ച് എന്നെ ചൂഷണം ചെയ്യാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ ശരിക്കും വസുന്ധരയ്ക്കും വേദനയാവാനായിട്ടാ. വസുന്ധരയും ആ വേദന അനുഭവിക്കുകയാണ്. ആ സമയം ശിവാനി, ആഹാ, ഞാൻ പറഞ്ഞത് എന്തായാലും അവൻ്റെ നെഞ്ചി തറച്ചിട്ടുണ്ട്, ഇത് വെച്ച് ഇനി മുതലെടുപ്പ് നടത്താം. അപ്പോഴേക്കും തൻ്റെ ഫോൺ എടുത്ത് പെട്ടെന്ന് ശിവാനി CKCക്ക് വിളിക്കണം. അപ്പം CKC പറയും, ഇനി നാളെ വരുന്നത് ഇതിലും അപ്പുറമായിരിക്കും, അതവനെ ശരിക്കും തളർത്തും, അതോടുകൂടി അവൻ്റെ മുഖം പുറത്തോട്ട് വരുമെന്ന് പറയണേട്ടാ. അപ്പം ഈ സത്യം കേൾക്കുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് ഇങ്ങനെ ശിവാനിക്ക് തോന്നുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ എത്തുന്നു അവിടെ കുറച്ച് പേര് കേട്ടോ. അപ്പോൾ തന്നെ ശിവാനി ഡോർ തുറക്കണം, ആരാണ് എന്ന് പറഞ്ഞ് ഡോർ തുറക്കുന്നുണ്ട്. എവിടെ ഗൗതം എന്ന് അവർ ചോദിക്കുന്നു. ആ സമയം ഗൗതമിനെ ഇപ്പോൾ വിളിക്കാം എന്നും പറഞ്ഞ് അവരങ്ങ് പോവാണ്. ശിവാനി അങ്ങ് പോവാണ്. പിന്നീട് ഗൗതം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആരാ, എന്താണ് സാർ, ഞങ്ങൾ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ്, ഇന്ന അനാഥാലയത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്നും പറഞ്ഞ് അവിടെ ഒരു സീൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും റീമേക്കിൽ ഓഫീസിലാണ് ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വീട്ടിലാണ്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേട്ട് നോക്കിയാൽ. ഇനി ഗൗതമിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനുള്ള ഒരു പരിപാടിയാണ് അവർ നോക്കുന്നത്. ജയിലറക്കുള്ളിൽ അടക്കാനുള്ള ഒരു പരിപാടിയാണ് നോക്കുന്നത്. പക്ഷേ അവിടെയും നിധി രക്ഷകനായി വന്ന് ഗൗതമിൻ്റെ ആ കണ്ണങ്ങ് തുറപ്പിച്ചു കൊടുക്കുന്നതിനോടുകൂടി ഗൗതം ശിവാനി തന്നെ പറ്റിച്ചതായിരുന്നു, ശിവാനി തന്നെ വീഴ്ത്തുകയായിരുന്നു എന്നുള്ള സത്യം ഗൗതം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ.